പളിയ നൃത്തത്തിൽ ഇത്തവണ കടുത്ത മത്സരമാണ്. തിരഞ്ഞെടുക്കുന്ന പാട്ടുകളിലും വേഷവിധാനങ്ങളിലും കുട്ടികൾ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. കാണാം കൊല്ലത്ത് നിന്നെത്തിയ വിദ്യാർത്ഥികളുടെ പളിയ നൃത്തം. ഇടുക്കി ജില്ലയിലെ കുമിളിയിൽ അധിവസിക്കുന്ന ഗോത്രവിഭാഗമായ പളിയ സമുദായത്തിൻ്റെ ഒരു ആരാധനാ നൃത്തമാണ് ഈ പളിയ നൃത്തം. പിന്നെ പളിയ സമുദായത്തിൻ്റെ കുലദൈവമായ ഏളാത്തു പളിച്ചിയമ്മയെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു ആരാധനാ നൃത്തമാണ് ഈ നൃത്തം രൂപം. തത്താനെ തോല് തോല് തത്താനെ തോല് ഏ തത്താനെ തോല് തോല് തത്താനെ തോല് തത്താനെ തോല് തോല് തത്താനെ തോല് ഏ തത്താനെ തോല് തോല് തത്താനെ തോല് ഏ ചുക്കാൻ ചുക്കാൻ കല്ലടിയേ സുബ്രഹ്മണ്യം കല്ലടിയേ ചുക്കാൻ ചുക്കാൻ കല്ലടിയേ സുബ്രഹ്മണ്യം കല്ലടിയേ കാസുക്ക് രണ്ടടിയേ കർണത്തുക്ക് മൂന്നടിയേ കാസുക്ക് രണ്ടടിയേ കർണത്തുക്ക് മൂന്നടിയേ കാസുക്ക് രണ്ടടിയേ കർണത്തുക്ക് മൂന്നടിയേ കാസുക്ക് രണ്ടടിയേ കർണത്തുക്ക് മൂന്നടിയേ തണ്ടാട്ടി പോട്ടവളെ അല്ലിലേലേലോ താനാ വാളന്തവളെ തില്ലാലേലേലോ തണ്ടാട്ടി പോട്ടവളെ അല്ലിലേലേലോ താനാ വാളന്തവളെ തില്ലാലേലേലോ. ഇടുക്കി ജില്ലയിൽ നിന്നുള്ള കുട്ടികളാണ് ഇപ്പോൾ ഇവിടെ പളിയ നൃത്തം കളിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം ഇവരെ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാം. നിങ്ങളെല്ലാവരും നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുമോ? എന്താണ് പേര്? എൻ്റെ പേര് ദിയ ജുഗ്നു. അവന്തിക പി. നന്ദിത. മേഴ്സി ജോർജ്. ഈവ്ലിൻ. നേഹ. വേദ. ആൻവിയ നിഷാദ്. വേദ. അഹ്ലൈ. സാദിക. അൽന. അടിപൊളിയായിട്ട് കളിച്ചു. നമ്മൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ പ്രോഗ്രാമും കണ്ടിട്ടുണ്ടായി, നല്ലതായിരുന്നു. എനിക്ക് ഈ ഡ്രസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ? ഇതെന്താണ്, ഇതിൽ പ്രത്യേകത എന്താ ഉള്ളതെന്ന് പറഞ്ഞു തരുമോ? ഇതെല്ലാം മുളേനെ കൊണ്ട് ആക്കിയ ഇതാണ്. ഇത് മുളേനെ കൊണ്ടാക്കിയ വള, കമ്മല്, മാല, ഇതെല്ലാം മുളേൻ്റെ സാധനമാണ്. പിന്നെ ഇത് ഇഞ്ചാന്ന് പറയും. ഇത് മുള തന്നെയാണ്. ഇത് മുളയാണ്. ഇത് ഇഞ്ചാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു അവരെ കാട്ടിൽ നിന്ന് എടുത്ത് മരത്തിൽ നിന്ന് ചതച്ചിട്ടുണ്ടാക്കുന്ന ആ ചെടിയിൽ നിന്ന് ഇതാക്കിയ ഒരു ആയുർവേദ ചെടീൻ്റെ ഇഞ്ച്. അങ്ങനെ ഇവർ ഇതെല്ലാം ആക്കിയിട്ടുണ്ട്. പളിയ നൃത്തത്തിന് എന്തെങ്കിലും വേറെ പ്രത്യേകതകളോ അങ്ങനെ എന്തെങ്കിലും ആചാരപരമായിട്ട് എന്തെങ്കിലും ബന്ധങ്ങളൊക്കെ ഉണ്ടോ? ആചാരപരമായിട്ട് ചോദിച്ചാൽ ഏളാത്തു പളിച്ചിയമ്മയെ സ്തുതിച്ചുകൊണ്ടുള്ള ആ കുലദൈവമായ ഏളാത്തു പളിച്ചിയമ്മയെ സ്തുതിച്ചുകൊണ്ട് അവർ ആരാധിക്കുന്ന നൃത്തരൂപമാണിത്. അപ്പോൾ അതാണ് ഇതിന്. നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നോ നിങ്ങൾക്ക് ഇത് പഠിക്കുമ്പോൾ? എല്ലാവരും ഇങ്ങനെ വിട്ടുനിൽക്കാണ്ട് ഇങ്ങോട്ട് വാ, കൂടി നിൽക്കുക. എന്താണ് ബുദ്ധിമുട്ടുണ്ടായിരുന്നോ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ? ആദ്യമൊക്കെ കാലിൻ്റെ നഖമൊക്കെ പൊട്ടി, കാലിൻ്റെ അടിയിൽ തയമ്പൊക്കെ വന്ന് തോലൊക്കെ പൊളിഞ്ഞു. പിന്നെ നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് കുനിഞ്ഞിട്ട് എണീക്കുമ്പോൾ നമ്മൾ ഈ നടുവിൽ ചെറുതായിട്ട് വേദനകളെല്ലാം ഉണ്ടാവും. പിന്നെ പെട്ടെന്ന് നമ്മൾ ഈ ഒരു മീഡിയം സ്പീഡിൽ നിന്ന് പെട്ടെന്ന് സ്പീഡിലേക്ക് പോകുമ്പോൾ ഈ കിതപ്പ് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം അനുഭവപ്പെട്ടിരുന്നു. പിന്നെ കുറേ പ്രാക്ടീസ് ചെയ്യുന്നപ്പോൾ എല്ലാവരും ഓക്കെ ആയി വന്നു. ഏകദേശം എത്ര സമയം എടുത്തു ഇത് പഠിക്കാനായിട്ട്? ഏകദേശം നമ്മൾ പഠിച്ചെടുത്ത 2 ആഴ്ച കൊണ്ടാണ്. പിന്നെ ഫുൾ കണ്ടിന്യൂസ് പ്രാക്ടീസ് കൊണ്ട് ഇവിടെ വരെ എത്തി. സബ് ജില്ലാ മത്സരങ്ങളൊക്കെ ഭയങ്കര കടുപ്പായിരുന്നോ? അത്യാവശ്യം. സബ് ജില്ലയ്ക്ക് ഉണ്ടായിരുന്നില്ല, ജില്ലയ്ക്ക് അത്യാവശ്യം കടുപ്പുണ്ടായിരുന്നു. ക്ലാസ് ടൈമിൽ നിങ്ങൾക്ക് പഠിക്കുമ്പോഴൊക്കെ ഒരുപാട് ക്ലാസ്സുകളൊക്കെ മിസ്സായി ഉണ്ടാവും. ഇനി അതൊക്കെ തിരിച്ചു പോയിട്ട് വീണ്ടും പഠിക്കണ്ടേ? ഒരുപാട് ക്ലാസ്സുകളൊന്നുമില്ല. നമ്മൾ ഈ ലഞ്ച് ടൈം കഴിഞ്ഞതിന് ശേഷമുള്ള സിസ്റ്റർ നമുക്ക് പ്രാക്ടീസിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പീരീഡെല്ലാം നമ്മൾ 10th ആയതുകൊണ്ട് കിട്ടേണ്ടത് കൊണ്ട് പിന്നെ നമുക്ക് വേറെ തന്നെ ക്ലാസ് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കലോത്സവത്തിനോടനുബന്ധിച്ചാണ് നമ്മൾ നല്ലോണം പ്രാക്ടീസ് ചെയ്യുന്നത്. പിന്നെ രാത്രി വരെ നിൽക്കും സ്കൂളിൽ, അങ്ങനെയെല്ലാം. മേക്കപ്പൊക്കെ ആരാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് മൊത്തം? മാസ്റ്റേഴ്സ് തന്നെയാണ്. പ്രശാന്ത് സാറും ഉണ്ണി സാറാണ്. ഉണ്ണി സാർ ഇന്ന് വന്നിട്ടില്ല. ടീച്ചേഴ്സിനെ ഒന്ന് വിളിക്കാവോ? സിൽജ മിസ്സും ജോത്സ്ന മിസ്സും ആണ്. പിന്നെ വേറെ 2 ടീച്ചേഴ്സ് ഉണ്ട്. അവർക്ക് ചില ഇതുകൊണ്ട് വരാൻ പറ്റില്ല. കുഴപ്പമില്ല. ഇത്തവണ ഇടുക്കി കപ്പെടുക്കുമോ? സാധ്യതയുണ്ടോ? പറയാൻ പറ്റത്തില്ല. അത് ഓരോരുത്തരുടെ പെർഫോമൻസിനനുസരിച്ചിട്ടായിരിക്കും അവർ കപ്പെടുക്കോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുക. നിങ്ങൾക്ക് വിശ്വാസമില്ലേ കൊണ്ടുപോകുന്നു ഇവിടുന്ന് കപ്പും കൊണ്ട്? കൊണ്ടുപോകുന്നുള്ള വിശ്വാസമുണ്ട്. എന്നുവെച്ചാൽ ഓവർ കോൺഫിഡൻസ് നമുക്ക് പറ്റത്തുമില്ലല്ലോ. ഓരോരോ ഇതിന് ഡാൻസിന് അവർ കളിക്കുന്ന രീതിക്ക് അവർ പാടുന്ന അനുസരിച്ചിട്ടായിരിക്കും അവർ കപ്പ് കൊണ്ടുപോകുന്നത്. ശുഭാപ്തി വിശ്വാസം ഉണ്ടോ എ ഗ്രേഡ് കിട്ടും? ചെറുതായിട്ടുണ്ട്. നോക്കാം നമുക്ക് റിസൾട്ട്. നന്നായിട്ട് പെർഫോം ചെയ്യാനൊക്കെ പറ്റിയില്ല എല്ലാവർക്കും? കോൺഫിഡൻ്റ് ആയിട്ട് പറയല്ലേ? അതെ, നന്നായിട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ എന്തായാലും ഇത് ഇടുക്കി ജില്ലയിൽ നിന്നുള്ള കുട്ടികളാണ്. വളരെ നന്നായിട്ടാണ് അവർ കളിച്ചിട്ടുള്ളത്. അവരുടെ ഡ്രസ്സിലടക്കം പല കാര്യങ്ങളും. പളിയ നൃത്തം എന്ന് പറയുന്നത് ഒരു കലാരൂപത്തിനപ്പുറം കഷ്ടപ്പാടോടുകൂടി കളിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അവരത് മനോഹരമായി ചെയ്തിട്ടുമുണ്ട്. ക്യാമറാമാൻ ജിഷ്ണു കേരളൊപ്പം വിജിത, കേരള വിഷൻ ന്യൂസ്, തൃശ്ശൂർ.